ഇന്ന് ഞാനൊരു അച്ചാറിനെ മാങ്ങ അരിയാൻ എളുപ്പ വഴിയിൽ എങ്ങനെ മാങ്ങ അരിയാന്നുള്ളൊരു ടെക്നിക്ക് കാണിച്ചു തരാം. ഇത് കുറച്ച് വലിയ മാങ്ങയാണ് കേട്ടോ. കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റാത്തത്ര ഒരു വലിയ ഇതാണ് മാങ്ങ. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് കൈമുറിയാതെ മാങ്ങ ഇങ്ങനെ അരിയുക, ക്രോസായിട്ട് അരിയുക. അങ്ങനെ അരിഞ്ഞിട്ട് തിരിച്ച് പിടിച്ച് ഇങ്ങനെയും അരിയുക. അപ്പോൾ നമുക്ക് ഓരോ പീസ് മുറിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണേൽ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു മാങ്ങ എത്ര വലുതായാലും നമുക്ക് അരിഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ എടുത്തിട്ട് കൈ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ അരിയുമ്പോൾ മറ്റുള്ള നമ്മൾ പലകമേൽ വെച്ച് അരിയുന്നത് പോലെ അല്ലല്ലോ. ഉണ്ടോ ഇങ്ങനെ ചെക്ക് പോലെ കിട്ടും. കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ കറക്റ്റ് ഷേപ്പിലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ അരിഞ്ഞത് കൊണ്ടാണ്. ശ്രദ്ധിച്ചിങ്ങനെ താഴേന്ന് മേളിൽ നിന്ന് താഴേക്ക് അരിഞ്ഞ് ഇറക്കുക. സൈഡ് ഇങ്ങനെ അരിഞ്ഞ് ഇറക്കുക. അപ്പോൾ നമുക്ക് ഓരോ പീസും സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ നമ്മളിങ്ങനെ വിടിയിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾക്കത് ചട്ടിയിലിട്ട് ഇളക്കുമ്പം അച്ചാറിടാൻ നേരത്തെ ഇളക്കുമ്പോൾ അത് വിട്ടു പോരും. എങ്കിലും നമുക്ക് കുറച്ച് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാനിങ്ങനെ പീസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വിടിയിച്ചിടുന്നതാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാങ്ങ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതിപ്പോൾ സ്പീഡിൽ അരിഞ്ഞുകൊണ്ടാണ് കേട്ടോ. കഷ്ണങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഒരു സൈസ് വ്യത്യാസം ഉണ്ടാകും. കുറച്ചുകൂടെ ശ്രദ്ധിച്ചൊക്കെ അരിയുവാണെങ്കിൽ കറക്റ്റ് സൈസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കുറച്ച് ശ്രദ്ധിച്ച് അരിയണം, കൈയൊന്നും മുറിയാതെ കുറച്ച് ശ്രദ്ധിച്ച് അരിയണം എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് സ്പീഡിൽ അരിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെറിയൊരു സൈസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ വലിയ സൈസ് മാങ്ങയാണിത്. കയ്യിൽ ഒടുങ്ങാത്തത്ര ഒരു വലിയ സൈസ് മാങ്ങയായിരുന്നു. ചെറിയ മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 2 സൈസും അപ്പുറം ഇപ്പുറം അതുപോലെ കട്ട് ചെയ്യുക. പിന്നെ സൈഡും അതുപോലെ എടുക്കുക. അപ്പോൾ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുക. പെട്ടെന്ന് കഴിയും. നമ്മൾ പറയണ നിമിഷം കൊണ്ട് തന്നെ നമുക്ക് അരിഞ്ഞ് കഴിയാൻ പറ്റും. വളരെ അച്ചാറിനൊക്കെ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ സമയം എടുത്തൊക്കെ ഇരുന്ന് അരിയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും.